ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു കല്യാണത്തിന് പോവാണ് കേട്ടോ. വീടിൻ്റെ അടുത്തുള്ള കല്യാണത്തിനാണ് പോണത്. ആ സമയം രാവിലെ ഒരു 8 മണി ആയിട്ടുണ്ട്. 8 മണിയല്ല, ഒരു 8:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ കിള്ളിക്കാവ് അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം. ഇന്നലെ ഞാൻ റിസപ്ഷനിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉണ്ണിമോളുടെ. അപ്പോൾ അവരുടെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പുറപ്പെട്ടിട്ട് പോവുകയാണ്. വീട്ടിൽ നിന്ന് മോനുണ്ട്, പിന്നെ ആരുമില്ല. അപ്പോൾ രണ്ടാളും കൂടിയും പോവുകയാണ്. ലിബി ഉണ്ട്. ലിബി പറഞ്ഞത് വീടിന് തൊട്ടടുത്ത് തന്നെ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ് പോണത്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് റോഡിലേക്ക് അങ്ങോട്ട് കിടക്കണം, അവിടെയാണ് വണ്ടിയൊക്കെ നിൽക്കണത്. എന്തായാലും ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി ഇനി ഒരു 15 അല്ല ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഉണ്ട് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ചേച്ചിയുടെ മകൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരനെ എല്ലാവരും ഉണ്ടായിൽ ഞങ്ങളതിൽ കയറിപ്പോയി. പിന്നെ വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ടായില്ല, അവിടെ ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളപ്പോഴേക്കും അവിടെ വേഗം എത്താൻ നോക്കട്ടെ കേട്ടോ. എന്തായാലും ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. ചെക്കനും പെണ്ണിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ കാണിച്ചത്. തിരക്കുകളൊക്കെ നന്നായി വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. പിന്നെ കുഞ്ഞു കുഞ്ഞു ചടങ്ങുകൾ, ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആണോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ചെക്കനെ സ്വീകരിക്കാനും പെണ്ണിനെ സ്വീകരിക്കാനും അങ്ങനെയൊക്കെ ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താലം പിടിച്ച് കിണ്ടി, വിളക്ക്, താലം അങ്ങനെ പോണു എല്ലാവരും കൂടിയിട്ട്, കുട്ടികളും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൻപുറത്തെ കല്യാണത്തിൻ്റെ കുഞ്ഞു കുഞ്ഞ് ഭാഗങ്ങളും വിശേഷങ്ങൾ. നിറയെ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ഓഡിറ്റോറിയത്തിൽ. ഞാനിവിടെ ഫ്രണ്ടിൽ നിന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു സീറ്റ് കിട്ടി. അപ്പോൾ അവിടെ ചെന്നിരുന്നു. അങ്ങനെ താലികെട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ. താലികെട്ടലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും കുറേ ഫോട്ടോസുകളൊക്കെ വേഗം എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അധികമൊന്നും എടുത്തില്ല ഞാൻ. ആൾക്കാർ ഇരിക്കണത് അങ്ങനെ കുറച്ച് എടുത്തിട്ട്, കാരണം ഫ്രണ്ടിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതിൻ്റെ മുന്നിൽ പോയിട്ട് എനിക്ക് എടുക്കാനൊരു മടി. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവളൊക്കെ നോക്കിയിരിക്കുകയാണ്. കാരണം അവർക്കൊക്കെ അറിയാം എനിക്ക് യൂട്യൂബ് ചാനലുള്ളത്, അവർക്കറിയാം, അവരൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അവർ അച്ഛൻ്റെ അമ്മയും കൂടിയിട്ടുള്ള ഫോട്ടോകളൊക്കെ എടുത്തു. എൻ്റെ വീഡിയോ ഇപ്രാവശ്യം ഞാൻ ഫുൾ ദിവസം എന്തായാലും ഇടുന്നുണ്ട്. ഇപ്പം ഇതിന് മുന്നേ ഞാൻ കുറച്ച് പിന്നാക്കായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പോൾ ദിവസം വീഡിയോ ഇടണോണ്ട് എല്ലാവരും കാണുന്നുണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ വീഡിയോ ഇടണത്. അല്ലെങ്കിൽ പിന്നെ അടിയിലേക്ക് ഇങ്ങനെ പോയാൽ പിന്നെ എൻ്റെ വീഡിയോ ഒന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ദിവസം ഒരു 6 7 എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എന്നും ചോറും കൂട്ടാനും വെക്കണതും അല്ലെങ്കിൽ തയ്ക്കണത് അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ. ചില ആൾക്കാർ പറയാറുണ്ട് ഒരു വെറൈറ്റിയാണ്, ഓരോ ഭാഗങ്ങളും ഓരോ ദിവസം ഇടണതും വെറൈറ്റി ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇടാൻ ശ്രമിക്കാം. വീഡിയോ ഇടുന്ന ഓരോ കുറ്റങ്ങളൊക്കെ എല്ലാവരും പൊറുക്കണം കേട്ടോ. അതേപോലെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ചെയ്ത, സബ്സ്ക്രൈബ് ചെയ്ത, ലൈക്ക് ചെയ്ത, ഫുള്ളായ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. ഞങ്ങൾ സദ്യ ഉണ്ണാൻ പോവാണ് കേട്ടോ. ഗംഭീര സദ്യയാണ്. 12 തരം കറികളും പായസം, പപ്പടം എല്ലാം കൂട്ടിയിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ ഞാൻ കുഞ്ഞൊരു ഫോട്ടോ എടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ ഇടുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്.
എന്തായാലും ഞങ്ങളുടെ വിശേഷം നിങ്ങളോട് തുറന്ന് പറയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ ഭാഗം കാണിക്കാം കേട്ടോ. ഞങ്ങൾ 1 മണി 1:30 ആയി അമ്പലത്തിൽ നിന്ന് പോകുമ്പോൾ. വീട്ടിലെത്തിയപ്പോഴേക്ക് 2 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ആ കൂട്ടുകാരികൾ തമ്മിലൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു. അമ്പലത്തേക്ക് വന്നപ്പോൾ എല്ലാവരും കാണാറായി. ഒരുവിധം എല്ലാവരും കാണാൻ പറ്റി. അതുകൊണ്ട് വളരെ സന്തോഷമായി. നമ്മൾ ഞായറാഴ്ച ഒരു ദിവസം ഷോപ്പിൽ പോവാതെയൊക്കെ മെനക്കെട്ട് നിന്നാലും കാര്യമുണ്ടായി. ഇങ്ങനത്തെ ഒക്കെ കിട്ടുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഒപ്പം പഠിച്ച ആൾക്കാരും പിന്നെ ഓരോരുത്തരെ കാണാത്ത കുറേ കാലമായി കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് കണ്ടു. അതൊക്കെ വളരെ സന്തോഷമായി. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചിലരോടൊക്കെ പറഞ്ഞു യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ കാണുമോ എന്താണെന്ന് അറിയില്ല. കാരണം എല്ലാവർക്കും തിരക്കാണ്. എല്ലാവരും ഇപ്പോൾ എൻ്റെ ചാനൽ കാണാതിരിക്കണവരൊന്നല്ല. പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് ചാനലൊക്കെ, അടിപൊളി വീഡിയോകളൊക്കെ ഇഷ്ടംപോലെ ജനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞ് ചാനൽ കാണാൻ ആൾക്കാരുണ്ടാവും എന്നറിയില്ല. എന്തായാലും എല്ലാവരും പരിചയപ്പെട്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു മനസ്സിലേക്ക് തോന്നണത്. നമ്മൾ ദിവസം വീഡിയോ ഇട്ടാൽ നമ്മളെ ഇഷ്ടപ്പെടും. നമ്മളെ പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ദിവസം ഞാൻ ഇടാം. ഇതാണ് ഞങ്ങളുടെ അമ്പലം. ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഉണ്ണിമോളുടെ കല്യാണം. അപ്പോൾ ഇനി പോവാട്ടോ. ഓക്കെ, ബൈ കൂട്ടുകാരെ.